തൃശൂർ പൂരം കലക്കിയ സംഭവം ഗൂഢാലോചന നടന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൗരവമേറിയതാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ. അതിപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള DGP ആണെങ്കിലും പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ADGPയുടെ റിപ്പോർട്ട് തള്ളിയിട്ട് DGP വീണ്ടും ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പോലീസിൻ്റെ അന്വേഷണം പോരാന്ന് തന്നെയാണ്. പോലീസിൻ്റെ അന്വേഷണം ഒരിക്കലും പോരാ. കാരണം ഇത് ഒരു ADGPയെ കുറിച്ച് മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. ADGP അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇടപെട്ടില്ല. അതുപോലെ തന്നെ കമ്മീഷണർ ഉണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിലായാലും താഴെ ആയാലും മുഴുവൻ ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ആ സംവിധാനം തന്നെ തീർത്തും പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം മുടങ്ങുക എന്നുള്ളത് കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു സംഗതിയല്ല. തൃശ്ശൂർ പൂരം മുടങ്ങാൻ തന്നെ പാടില്ലല്ലോ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ചരിത്രപരമായി നമ്മൾ അഭിമാനം കൊള്ളുന്നൊരു വലിയ സംഭവമല്ലേ. അത് മുടങ്ങാൻ തന്നെ പാടില്ല. പിന്നെ അത് മുടക്കിയത് കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എത്തി കാര്യങ്ങൾ? ഈ അൻവറിനോടുള്ള സമീപനത്തിൽ UDF മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻപ് പറഞ്ഞിരുന്ന പോലെയല്ല പ്രതികരിച്ചിരുന്നത്. ഒരു മാറ്റം വന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാര്യം ഞങ്ങൾ പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ നിലപാടല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഉണ്ടായിട്ടില്ല. അത് പിന്നെ മറ്റൊരു വിഷയമാണ്. അത് ആലോചിക്കേണ്ട തലത്തിൽ ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ അതിനെ ഒന്നും ആദ്യ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പിന്നെ അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യം, ഒരാൾ ലീഗിലുണ്ടാവോ, കോൺഗ്രസ്സിലുണ്ടാവോ, CPM-ലുണ്ടാവോ, കാലാകാലം എവിടെയായിരിക്കും, അതൊക്കെ വേറെ കാര്യങ്ങൾ. ഇപ്പോൾ ആ കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചു. തൃശ്ശൂർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, UDF-ന്റെ മണ്ഡലം. അവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുമ്പോൾ ആ സീറ്റ് ജയിക്കാൻ BJP അല്ലെങ്കിൽ CPM സഖ്യം ഉണ്ടാക്കി തൃശ്ശൂർ പൂരം കലക്കിയെന്നാണല്ലോ UDF-ന്റെ ആരോപണം. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സീറ്റുകൾ ജയിക്കാൻ ഏതറ്റം വരെയും അവർ പോകും. ആരൊക്കെയാണ് രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് കയറി വരിക? രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസിൽ കയറി ഇപ്പോൾ സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പതിഞ്ഞെടുപ്പുണ്ട്. ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക, അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറയാം, പോലീസിൻ്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾക്ക് ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റൂല. അത് തന്നെ നിയമവിരുദ്ധമാണ്. ജനങ്ങൾ നേരിട്ടോളും. കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനറിയാം. ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം. നോക്കിക്കോളൂ, വയനാടും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും അതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ UDF ജയിക്കും. ഈ തിരൂരങ്ങാടിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിയാസ് പുളിക്കലകത്ത് CPI-യുടെ ജില്ലാ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹം രാജാവ് നഗ്നനാണെന്ന് പരോക്ഷമായി പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ഇടത് സ്വതന്ത്രന്മാരൊക്കെ സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം, ഇത് മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണോ? അതിൻ്റെ സൂചനയാണ്? അല്ല, മാറി വരുന്ന രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ ആണ് അത്. ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും വലിയ അപജയമാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ രംഗത്ത് വന്ന് അച്ചടക്കം ലംഘിക്കാനും അതുപോലെ തന്നെ പറയാനും ഒന്നും മടിക്കുന്നില്ല എന്നുള്ളത് ആ മുന്നണിയുടെ ബലഹീനതയും അപജയവും തന്നെയാണ്. ഒരു സംശയം ആ കാര്യം. അതിൻ്റെ അർത്ഥം അടുത്തത് UDF ആണ് എന്നുള്ളത് തന്നെയാണ്. ലീഗ് നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടോ?
നിയാസ് പുളിക്കൽ മത്സരിച്ച മജീദ് സാഹിബ് ഇവിടെ ഉണ്ട്. മജീദ് സാഹിബിനെ അറിയാമെന്നറിയില്ല, നടത്തിയില്ല. ഈ ഇത്തരം ആളുകൾ ഇപ്പോൾ മഞ്ഞനാകുടി അലിക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ LDF അസംതൃപ്തരായവർ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ലീഗിലേക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ലീഗ് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ല, അങ്ങനല്ല. ഞങ്ങളിപ്പോൾ ആളുകളെ കാത്തിരിക്കൊന്നുമല്ല. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ UDF അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ തൂത്തുവാരും ഈ വരാൻ പോകുന്ന ബൈ ഇലക്ഷനുകളും വലിയ ജയം ഉണ്ടാക്കും. ഈ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മാറാൻ തോന്നുകയാണ്. അതാണ് ഞങ്ങളിതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആരോടും മാറണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ ആരൊക്കെ കൊണ്ടുവരണം എന്ന് വരി എവിടെയൊക്കെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് വേറെ കാര്യങ്ങളാണ്. ഈ ADGPയും അതുപോലെ തന്നെ BJP ഒക്കെ ഒരുമിച്ച് ആസൂത്രണം ചെയ്ത് തന്നെയാണ് പൂരം കളിക്കുകയെന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു. അല്ല, ഇപ്പം ഞങ്ങളായിട്ട് വിശ്വസിക്കാതിരുന്നിട്ട് എന്താ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയല്ലേ, അവരെന്നെ പറയല്ലേ. അല്ല, ഇതിൻ്റെ പിന്നിലൊരു ആസൂത്രണം ഇല്ല എങ്കിൽ ഇത്ര ഭംഗിയായി കലക്കാൻ പറ്റുമോ? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിശ്വസിക്കല്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഇപ്പോൾ അവിടെ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ അവരൊക്കെ അനുഭവം പറയും പോലെ പറയല്ലേ. ഈ ഒരു ക്ഷേത്രത്തിലെ പൂരമാണ് തൃശ്ശൂർ പൂരം. പക്ഷേ BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളെക്കാൾ മുന്നിലാണ് ആ പൂരം കലക്കിയതും അതിൽ അന്വേഷണമോ അല്ലെങ്കിൽ പൂരം നടക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞതൊരു സാംസ്കാരികമായ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത്. എന്തുകൊണ്ടാണത്? ലീഗിൻ്റെ ഒരു സെക്യുലർ മനോഭാവത്തോടെയാണോ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാര്യം? ലീഗ് മന്ത്രിമാർ നേരിട്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ ഉത്സവത്തിനും തൃശ്ശൂരിലെ ഉത്സവത്തിനും ശബരിമല മണ്ഡല കാലത്ത് അവിടുത്തെ ആരാധനക്കുമൊക്കെ നേരിട്ട് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടല്ലോ. തൃശൂർ പൂരം എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണെന്നും എല്ലാ കാലത്തും വളരെ മികച്ച രീതിയിൽ പൂരം കൊണ്ടാടാൻ സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പൂരം മുടക്കി എന്ന പരാതി ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നിലവിലുള്ള അന്വേഷണം പ്രഹസനമാണ്. ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്ന് പറയും പോലെയാണ്. പോലീസിനെതിരെയുള്ള ആരോപണം പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഞങ്ങൾ ആരെയും കാത്തിരിക്കുന്നില്ലെന്നും രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണെന്നും ആരോടും മാറേണ്ട എന്ന് പറയുന്നില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. കൃത്യമായ ആസൂത്രണം ഉള്ളതുകൊണ്ടാണ് പൂരം കലക്കിയത് എന്നത് വ്യക്തമാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഈ വിഷയത്തിൽ UDF ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ന്യൂസ് 99 മലപ്പുറം.